ഇസ്രായേലിനെതിരെ ഹമാസ് തീവ്രവാദികൾ പടിത്തുവിട്ട അക്രമ പരമ്പരകൾ, ഭീകരമായ കാഴ്ചകൾ കണ്ടാണ് കഴിഞ്ഞ വാരം നമ്മൾ ഉണർന്നത്. ഹമാസിന്റെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകം ശബ്ദിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിന് പിന്തുണയുമായി വരുമ്പോൾ പോലും ഇങ്ങ് അകലെ കേരളത്തിൽ ഇന്ത്യയുടെ വിവിധ കോണുകളിൽ ഹമാസിന് അനുകൂലമായ നിലപാടുകൾ ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പോലും എടുക്കുന്നത് ജനാധിപത്യ കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അത് അതിശയകരമാണ്. അതിനേക്കാൾ ഉപരിയായി അത് ഭയപ്പെടുത്തേണ്ട കാര്യമല്ലേ? ഹമാസ് അനുകൂല നിലപാടുകൾ എടുത്തുകൊണ്ട് നമ്മുടെ തെരുവുകളിൽ പ്രകടനങ്ങൾ നടക്കുന്നു. രാഷ്ട്രീയ നേതാക്കൾ ഹമാസ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന സാഹചര്യം ഭയപ്പെടേണ്ടതല്ലേ? എന്താണ് വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഇത്തരം പിന്തുണകളെ നമ്മൾ വായിക്കേണ്ടത്? ഈ വിഷയമാണ് ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്റെ കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ, ഒപ്പം അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളുവാതിക്കൽ. രണ്ടുപേർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജസ്റ്റിൻ, ലോകസമാധാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മൾ റഷ്യ ഉക്രൈൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതാണ്. അതിന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല, ഇപ്പോഴും അത് മുറിവായി തന്നെ നീറുകയാണ് ആ പ്രശ്നം. അതിനിടയിൽ തന്നെ ഒരു വളരെ സുപ്രഭാതത്തിൽ നമ്മൾ പത്രം എടുത്ത് നോക്കുമ്പോൾ ഞെട്ടി ഉണരുകയാണ് നമ്മൾ പോലും. ഒരു തീവ്രവാദ പ്രസ്ഥാനം, ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനം വളരെ സമാധാനപൂർവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഇസ്രായേലിനെതിരെ വളരെ പ്രകോപനപരമായ രീതിയിൽ അവിടെ അക്രമം അഴിച്ചുവിടുന്നു, ജനജീവിതത്തെ മുഴുവൻ താറുമാറാക്കുന്നു, നൂറുകണക്കിന് നിരപരാധികളെ തടങ്കിലാക്കുന്നു, നൂറുകണക്കിന് ജീവൻ നഷ്ടപ്പെടുത്തുന്നു. ഈ കൊടും ക്രൂരത ഉണ്ടാകുന്നു. ആ കൊടും ക്രൂരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങളെല്ലാം അതിനെതിരെ ശബ്ദിക്കുന്നു. ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ തന്നെയല്ലേ കേരളം എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്ന് പത്രങ്ങളിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് പാലസ്തീൻ അനുകൂലം എന്നതിനപ്പുറത്തേക്ക് ഹമാസ് അനുകൂലമായ ഒരു തരംഗം കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എം സ്വരാജിന്റെ പ്രസ്താവനയുണ്ട്. ഹമാസിന്റെ അനുകൂലമായിട്ട്, അല്ലെങ്കിൽ എത്രയൊക്കെ അപരാധങ്ങൾ ചെയ്താലും അതൊക്കെ അവരുടെ ഒപ്പമാണെന്ന് പറയുന്നു. ഈ ഒപ്പമാകൽ ഒരു അപകടം പിടിച്ച ഒപ്പമാകലല്ലേ? ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസും LDFും ഒക്കെ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിലേക്കൊരു ഭയം ഉണ്ടാകുന്നുണ്ടോ ജസ്റ്റിന്? തീർച്ചയായിട്ടും ഇത് വല്ലാത്തൊരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. പിന്നെ സ്വരാജിനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാര് പറയുമ്പോൾ പാർട്ടി വളർത്താൻ വേണ്ടി പാർട്ടി അംഗങ്ങളെ പോലും കുത്തിക്കൊന്നിട്ട് അതിനെ ന്യായീകരിക്കുന്ന നേതാക്കന്മാർക്കും പ്രസ്ഥാനങ്ങൾക്കും അവരുടെ വായിൽ നിന്ന് നമ്മൾ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. എക്സാക്ട്ലി. ഇന്ത്യ ഗവൺമെന്റ് ഇതിനകത്തൊരു ശക്തമായ നിലപാടെടുത്തു. പാലസ്തീന്റെ സ്വതന്ത്ര രാഷ്ട്രവാദത്തെ അനുകൂലിക്കുന്നതോടൊപ്പം ഹമാസിന്റെ നേതൃത്വം നടത്തപ്പെടുന്ന ഭീകരവാദത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ പക്ഷം ചേർന്ന് ഇന്ത്യ ഗവൺമെന്റ് ഒരു വളരെ സുശക്തമായ എനിക്ക് തോന്നുന്നു അമേരിക്ക പോലും ഇടപെടുന്നതിന് മുമ്പ് ഇപ്രാവശ്യം ഇന്ത്യ ഗവൺമെന്റ് നിലപാട് വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നേതാവ് ഓൾറെഡി നമ്മുടെ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ആരുടെ ഒപ്പമാണ്? ഇസ്രായേലിന്റെ പക്ഷത്താണ്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അതിനെ മറികടന്നുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ, നമ്മൾ ഇന്ത്യക്കെതിരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹമാസിനെ അനുകൂലിക്കുമ്പോൾ ആ ഹമാസ് തീവ്രവാദികളുടെ ഒപ്പമുള്ള ഒരു നിലവാരത്തിലേക്കാണ് ഈ ഹമാസ് അനുകൂലികളെല്ലാം ചെല്ലുന്നത്. അത് ഇന്ത്യക്കെതിരാണ്, ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരാണ്, ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. ശരിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യ ഗവൺമെന്റിന് വിരുദ്ധമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പരസ്യമായിട്ട് പിന്തുടരുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ രാജ്യത്തിന് വിരുദ്ധമായ നിലപാട് പാർട്ടികൾക്ക് സ്വീകരിക്കാൻ തെറ്റില്ല, അങ്ങനെയാണോ? അവരുടെ നിലപാടുകൾ പറയണം. രാജ്യത്തിനൊപ്പം നിൽക്കണമെന്ന് നിർബന്ധമില്ല, അല്ലെ? അല്ല, രാജ്യത്തിന്റെ എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രത്യയശാസ്ത്രം ഉണ്ടാവും. അതിനോടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവർ കൂടുതൽ പറയുക. നിതിൻ, പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ട്, അവരുടെ ചിന്താരീതികളും ആശയങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ലോകം മുഴുവൻ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ, അത് ഹമാസ്, അവരിൽ നിന്നൊരു നന്മ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളാരും ലോകത്തിന് മുമ്പിൽ അങ്ങനെ ഹിസ്റ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത്
എന്താ അർത്ഥമാക്കുന്നത്? എക്സാക്ട്ലി. ഇപ്പൊ നമുക്കിവിടെ നക്സലേറ്റുകളെ നിരോധിച്ചിരിക്കുന്നു, നക്സൽ പ്രസ്ഥാനത്തെ. അപ്പൊ നക്സലേറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ടതാ. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ കേരളത്തിലൊരു പ്രമുഖ നേതാവിനെ നക്സൽ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്ത് പ്രസ്താവന ഇറക്കിയതിന്റെ പേര് ജയിലിട്ടു. അപ്പൊ അങ്ങനത്തെ നിയമങ്ങളുള്ള നാട്ടിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും എല്ലാം ജനം സംശയത്തിന് നിലനിർത്തുകയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ്. സിംപ്ലി പറയുകയാണെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്നതിന് തുല്യമല്ലേ ഹമാസിനെ തുല്യം? കേരളത്തിലെ നേതാവ് പറയുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പൊരുതുന്നത് ഇവിടെയുള്ള ക്യാപിറ്റലിസ്റ്റിനെതിരെയാണ് എന്ന് പറയുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിന് സമാനം തന്നെയാണല്ലോ ഹമാസിനെ, അല്ലേ? അത് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതെ, അല്ല ഇതില് നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ വിസ്മയങ്ങളൊക്കെ ഉള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതിനേക്കാളും ചെറിയ തീവ്രവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഹമാസ് ചെയ്തേക്കുന്നത് ഇതുവരെ. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അതെ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാർത്താ മാധ്യമത്തിന് ഇത് സായുധ പോരാളിയാണെന്ന് പറയുന്നത് എനിക്ക് അതിശയമില്ല. കാരണം അവര് താലിബാൻ വിസ്മയമായി കാണുന്ന, താലിബാൻ ഈ രാജ്യത്ത് ഈ ലോക സമാധാനത്തിന് വളരെ സംഭാവന നൽകുന്നത് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. മനോരമ പറയുന്ന വ്യത്യാസമുണ്ട്. മനോരമ മാധ്യമങ്ങളിൽ ഇത് എടുത്തത്. അതുപോലെ സ്വരാജിനെ പോലെയും എം എ ബേബിയെ പോലെയുമുള്ള എം എ ബേബി എനിക്ക് അതിശയമൊന്നുമില്ല. എം എ ബേബി എല്ലാ കാലത്തും ഈ നിലപാട് മാത്രം സ്വീകരിച്ച വ്യക്തിയാണ്. എല്ലാ ഘട്ടത്തിലും അദ്ദേഹം ഇത്തരം ഗ്രൂപ്പുകളോട് വലിയ താല്പര്യവും വലിയ വാത്സല്യവും. ഇതിനകത്തൊരു വൈരുദ്ധ്യാത്മകത എന്ന് പറയുന്നത് ഈവൻ പാകിസ്ഥാൻ പ്രതികരിച്ചിട്ടില്ല, അതെ, അഫ്ഗാനിസ്ഥാൻ പ്രതികരിച്ചിട്ടില്ല, അതെ, ഇറാൻ പോലും ആദ്യം ഒന്ന് അനങ്ങി വന്നിട്ട് പുറകോട്ട് വലിഞ്ഞു. ഖത്തർ ഇവിടെ ലോകത്തുണ്ടോ എന്ന് പോലും സംശയ. ഖത്തറാണ് ഇതിന്റെ എല്ലാം പുറകിൽ ഫണ്ട് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന ഖത്തറാണ്. അവര് പുറകോട്ട് വലിഞ്ഞു. അപ്പോഴാണ് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും SDPക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും എല്ലാം കൂടെ അങ്ങോട്ട് സപ്പോർട്ടുമായിട്ട് ചെല്ലുന്നത്. അതിനർത്ഥം ഇവരോരോരുത്തരും ഇവിടെ ഈ ഇസ്ലാമിക സ്റ്റേറ്റിന് വേണ്ടി നിലകൊള്ളുന്നവരും വാദിക്കുന്നവരും ഒന്നുമല്ലെങ്കിൽ അതിന്റെ പങ്ക് പറ്റുന്നെങ്കിലും ആണെന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ ഇതിന്റെ പ്രശ്നം ഇവിടെ എന്തായിരിക്കും ഇങ്ങനെ നിലപാടിലേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പലസ്തീൻ പിന്തുണ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ചരിത്രപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് എങ്കിലും വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റും. അതിന് ചരിത്രപരമായ പല വശങ്ങളുണ്ട്. അതിൽ നമുക്ക് അതിശയമൊന്നുമില്ല. പക്ഷെ ഹമാസിന് പരസ്യ പിന്തുണ എന്ന നിലയിൽ നമ്മുടെ ചർച്ചകൾ പോലും പോകുമ്പോൾ അവർ കുറ്റം രാജിനപ്പോൾ ആളുകൾ പറയുന്നത് അവരെത്രയൊക്കെ തെറ്റുകൾ ചെയ്താൽ പോലും അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. 10,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന, ഏറ്റവും കുറഞ്ഞ എന്റെ കണക്കിൽ നേഴ്സുമാർ ഉൾപ്പെടെയുള്ള, അല്ലെ, കേരളത്തിൽ നിന്ന് 10,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന ഇസ്രായേലിനോട് രാജ്യം അവർക്കെതിരെ ഒരു തീവ്രവാദ സംഘടന ഭീകരാക്രമണം തന്നെ നടത്തുന്നു. ആ ഭീകരാക്രമണം നടക്കുമ്പോൾ കേരളത്തിലുള്ള ആളുകൾ പോലും ഈ ബങ്കറുകളിലും അവിടെയുള്ള സ്ഥലങ്ങളിലും പരിക്ക് പറ്റുന്നു എന്ന് ബങ്കറുകളിൽ കഴിയുന്നു എന്ന് വെച്ചാൽ അവരൊക്കെ ടെൻഷനിൽ ജീവിച്ചു പോകുമ്പോ ഘട്ടത്തിൽ അത്രയും അവരുടെയൊക്കെ വീടുകളിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമുക്കറിയാം അവരെല്ലാവരും ശ്വാസം അടക്കി പിടിച്ചാണ് ഈ കാഴ്ചകൾ, ഈ ദുരന്ത കാഴ്ചകൾ കാണുന്നത്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് കേരളത്തിലെ ക്രെഡിബിൾ ആയ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇസ്രായേലിന്റെ ചരിത്രം എന്തോ ആയിക്കോട്ടെ ഒരു ജനത ഇവിടെ അവർക്ക് അന്നം നൽകുന്ന ഒരു ഭൂമി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുകയും പ്രതിസന്ധിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു അനുശോചനം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കൺസേൺ, അല്ലെ, ഒരു ആശ്വാസ വാക്കും ഒന്നും പറയാൻ പോലും ധൈര്യമില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ അതിനൊന്നും മുതിരാത്ത ആളുകൾ ഒരു തീവ്രവാദ പ്രസ്ഥാനത്തെ പുലുകുക എന്ന് പറഞ്ഞാൽ അതൊരു ഫെയ്റ്റ്, അല്ലെ, നമ്മുടെ ജനാധിപത്യത്തിന്റെ മരണമണി എന്നൊക്കെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നു. എന്താണ് സച്ചിൻ? എനിക്ക് തോന്നുന്നത് ഈ ഇവര് പറയുമ്പോഴും ഹമാസിനെ പൊക്കി പറയുമ്പോഴും അതൊരു പാലസ്തീൻ ജനതയുടെ ഒരു മറ പിടിച്ചിട്ടാ പറയുന്നത്. അപ്പൊ ആ മറയുടെ പിന്നിൽ നിന്ന് പറയുമ്പോഴത്തേക്കും പാലസ്തീനെയാണ് അവർ മുന്നിലോട്ട് വെക്കുന്നത്. അപ്പൊ പാലസ്തീൻ അവർക്ക് സ്വയം അവർക്ക് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കാനുള്ള പൂർണ്ണമായ അവകാശം മീഡിയ വിളിക്കുന്നത് പോലെ പോരാളി എന്ന് തന്നെയാണ് വിളിക്കുക. അപ്പൊ അവരുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇപ്പൊ നമ്മൾക്കും അറിയാം നമ്മളുടെ ഇഷ്ടംപോലെ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ അതേ ഒരു പ്രതീതി ജനിപ്പിക്കത്തക്ക രീതിയിലാണ് അവതരണം പോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ വേർപെടുത്തി കാണാൻ എളുപ്പമല്ല. പ്രത്യേകിച്ച് അതൊരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ആണ് അത്. പാലസ്തീൻ എന്ന് പറയും, അതിന്റെ അകത്ത് ഹമാസ് ആണ് അവരുടെ മുന്നിൽ നിന്ന് ഫോർ ഫ്രണ്ടിൽ നിന്ന് കളിക്കുന്നു എന്ന് പറയുമ്പോഴും പാലസ്തീൻ ജനതയ്ക്ക് വേണ്ടി എന്നുള്ള നറേറ്റീവിലാണ് അത് മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പാലസ്തീൻ എന്ന് പറയുന്ന ജനതയുടെ ഒരു വലിയ ആളല്ല ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദികൾ. അതും ഇതുമായിട്ട് യഥാർത്ഥത്തിൽ നമ്മൾ ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ ഇനി ഹമാസ് അവർക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമില്ല എന്ന് ചോദിച്ചാൽ അവകാശമുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷെ എപ്പോഴും ഒരു യുദ്ധമുഖത്തിലേക്ക് വരുമ്പോഴത്തേക്കും സാധാരണക്കാരായ സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് എന്ത് മെച്ചമാണ് കിട്ടുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല.
അതില് ഇപ്പൊ നമുക്കറിയാം 5000-ഓളം റോക്കറ്റ് ഹമാസുകാര് വിക്ഷേപിച്ചു. അയൺ ഡോം എന്ന് പറയുന്ന ഒരു ഉപകരണം ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിൽ 1-2 ഒഴിച്ച് ബാക്കി എല്ലാത്തിനെയും അതിനെ നശിപ്പിക്കാൻ പറ്റിയത്. 5000 അയൺ ഡോം എന്ന് പറയുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെഷീൻ അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഇസ്രായേലിലെ മിനിമം 5000 പേര് മരിക്കില്ലേ? മിനിമം 5000 പേര് മരിക്കും അങ്ങനെ ഒരു ഉപകരണം അവർ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് അപ്പൊ ഈ 5000 റോക്കറ്റ് വിക്ഷേപിച്ചിട്ട് ഇതിനെ തടുത്തത് ആ ഇസ്രായേലിന്റെ ആ മിടുക്കും ആ 5000 പേര് മരിക്കേണ്ടതിന് പകരം മരണപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്രൂരകൃത്യം ഓൾറെഡി ചെയ്തിട്ടാണ് ആക്രമിക്കാൻ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അത് നമ്മൾ പറയുന്നില്ല. അത് തടുക്കുക എന്ന് പറയുന്നത് ഇസ്രായേലുകാർ ചെയ്യേണ്ട എന്തൊരു ദൗത്യം പോലെയാ. ഇതേപോലെ 5000 അങ്ങോട്ട് തിരിച്ചു വിട്ടിരുന്നെങ്കിലോ അവിടെ പൊടിയും ഉണ്ടാകത്തില്ല അല്ലെ? നമുക്കറിയാവുന്നതാണ്. അപ്പൊ തിരിച്ച് അതേപോലെയുള്ള ഒരു ക്രൂരത എന്തായാലും ഇസ്രായേൽ ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. പല്ലിന് പല്ലെന്നുള്ള രീതിയിലേക്ക് ആ രീതിയിലേക്ക് പോയിട്ടില്ല. കാരണം ഇവിടുന്ന് 5000 വന്ന് അവിടുന്ന് 5000 വന്ന് 5000 തിരിച്ചയക്കണം അല്ലെ? ആ രീതിയിലേക്ക് ചെയ്തിട്ടില്ല. ഇസ്രായേൽ ആക്രമിക്കാൻ തുടങ്ങുന്നത് സാധാരണക്കാരായ 100-200 പേര് അടങ്ങുന്ന ഒരു പാർട്ടിയില് ഉള്ള ആൾക്കാരെയൊക്കെ പിടിച്ച് ചുമ്മായിട്ട് കൊല്ലുക, അവരെ പോയിട്ട് ബന്ദികളാക്കുക, അവരെ റേപ്പ് ചെയ്യുക എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോഴത്തെ സ്വാഭാവികമായിട്ടും ആ ജനതയ്ക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് തീർച്ചയായിട്ടും അവർ യുദ്ധത്തിന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മൾ ഇവിടെ വെറുതെ ഫേസ്ബുക്ക് പോരാളികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്ന ആൾക്കാർക്ക് എന്തും വിളിച്ചു പറയാം. കാര്യം അവിടുത്തെ യഥാർത്ഥത്തിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെ ഒന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടല്ല ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഇവിടുത്തെ ഞാൻ അവിടെ ഒരു വാർത്തയിൽ നടന്ന ഒരു സ്ത്രീ പറയുന്ന, അവിടെ ജോലിക്കായിട്ട് പോയിരിക്കുന്ന സ്ത്രീ പറയുന്ന ഇതാണ്. ഒരു വ്യക്തികളും 18 ലക്ഷത്തോളം രൂപ മുടക്കിയിട്ടാണ് ഇസ്രായേലിൽ എത്തിപ്പെട്ടത്, ജോലിക്കായിട്ട് എത്തിപ്പെട്ടേക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കിവിടെ ജോലി ഇല്ലാഞ്ഞിട്ടാ അവരങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഇവിടുത്തെ മികച്ച സൗകര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത ഗതികെട്ടിട്ടാണ് അവരങ്ങോട്ട് പോയത്. യുദ്ധമെങ്കിൽ യുദ്ധം, ഞങ്ങൾക്ക് 18 ലക്ഷം രൂപ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു, ഇത് ഇനി തിരിച്ചു പിടിക്കാതെ ഞങ്ങൾക്ക് നാട്ടിലോട്ട് വന്ന് ഇതിനേക്കാളും വലിയ കടക്കണിയിലേക്ക് പോവുകയും ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടിയും വരും എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ ഇരിക്കുന്നവരുടെ കുടുംബങ്ങള് അവര് നേരിടുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവിടുത്തെ രാഷ്ട്രീയ കാര്യം ആകെ കൂടി മലയാളികൾ 10000 പേരേ ഉള്ളൂ. ഇനി മറ്റൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഇവിടെ ഇപ്പൊ 1 ലക്ഷത്തോളം യഹൂദര് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം നമ്മുടെ നാട്ടില്. 1 ലക്ഷം വോട്ടുകളെ കുറിച്ച് ചിന്തിക്കും. അപ്പൊ നറേറ്റീവ് മാറ്റും. അപ്പൊ നറേറ്റീവ് മാറ്റും. സ്വാഭാവികമാണ് അത്. ഇസ്രായേലിന് അനുകൂലമാവും. കാര്യം 1 ലക്ഷം വോട്ടുകൾ മിനിമം 1 ലക്ഷം പേര് ഉണ്ട്. ഇതിന് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഈ തീവ്രവാദ പ്രസ്ഥാനം ആണെന്ന് അറിയുകയും ഹമാസ് ലോക സമാധാനത്തിന് നന്മയുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ലെന്നും അതിന്റെ ലക്ഷ്യം മതരാഷ്ട്രമാണെന്നും ആ മതരാഷ്ട്രം ഇന്ന് കേരളം പലസ്തീൻ മാത്രമല്ല ലോകം മുഴുവനും അത് വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയ വിഭാഗം ആളുകളുടെ തീവ്രമായ ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു ആശയം തന്നെയാണ്. ആ ആശയമാണത്. ആ ആശയത്തെ പുൽകുക രാഷ്ട്രീയ പാർട്ടി ചെയ്യുമ്പോഴും അതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് വോട്ട് തന്നെയാണ്. ഇതിനകത്ത് ഈ നിലവിലുള്ള ഇപ്പോഴത്തെ ഒരു ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തെ ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടോ പൊളിറ്റിക്കൽ റീസൺ ആയിട്ടോ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റില്ല. അതിന് കാരണം നമ്മളെല്ലാം ധാരാളം വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട്. ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്ഡേഷൻ. ഇന്നലെ വന്ന ആ കുട്ടികളുടെ ഒക്കെ കഴുത്തിറക്കുന്നു. അപ്പം ഈ കഴുത്തിറക്കുമ്പോഴും ഓരോ ആക്രമണം നടത്തുമ്പോൾ ഓരോ റോക്കറ്റ് വിടുമ്പോഴും ഇവര് വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്. അത് പാലസ്തീൻ എന്താണ് ഭാരത് മാതാ കീ എന്ന് വിളിക്കുന്ന പോലെയല്ല അവർ വിളിക്കുന്നത്. അവർ വിളിക്കുന്ന അല്ലാഹു അക്ബറാ. അപ്പോ അതിനകത്ത് പാലസ്തീൻ രാഷ്ട്രത്തെ അല്ല അവർക്ക് നേടേണ്ടത്. അവർക്ക് വേണ്ടത് അവരുടെ മതരാഷ്ട്രമാക്കി അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടുന്ന നിലപാടാണ്. അതുകൊണ്ടാണ് ഹമാസിന്റെ തലവൻ ഈ ആക്രമണം തുടങ്ങി അന്ന് തന്നെ പറഞ്ഞത് ഇതൊരു തുടക്കമാണ്, ലോകം മുഴുവൻ ഞങ്ങളുടെ കീഴിൽ എത്തുന്നോടം വരെ ഞങ്ങൾ യുദ്ധം ചെയ്യും. അന്ന് പറയാനർത്ഥം അവർക്ക് പാലസ്തീനെ സ്വതന്ത്രമാക്കുകയോ പാലസ്തീൻ ജനതയ്ക്ക് നീതി നേടിക്കൊടുക്കുകയോ അല്ല അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ജനങ്ങൾ ചിന്തിക്കണം. ഇത്രയും വിവരം കെട്ടവരെയും ഇതുപോലെ ചിന്തിക്കാൻ കഴിവില്ലാത്തവരെയും ഈ സ്ഥാനങ്ങളിലേക്ക് കയറ്റി കൊണ്ടുവരണം. അത് വിവരമില്ലാത്തത് കൊണ്ടോ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടോ ചിന്തിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. എന്നാലും ഒരു മിനിമം എന്ത് വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും എന്തൊരു വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും ഒരു മിനിമം കോമൺ സെൻസ് ആളുകൾ ഇപ്പൊ എം സ്വരാജിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ നിലപാടും വ്യത്യസ്തമായിരുന്നില്ലല്ലോ. എം സ്വരാജ് ക്രെഡിബിൾ ആയി ഇത്തരം ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾക്കെതിരെ പരസ്യമായി സംസാരിക്കുകയും അവരുടെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയും കഴിഞ്ഞ ആഴ്ച അദ്ദേഹം സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് പോലും ഇതിനകത്തെ ഒരു മറുവശം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. മോള് നേതൃത്വം അപ്പോളെ വെട്ടിക്കാണും. കാരണം ശൈലജ ടീച്ചർ മാത്രമാണ് ഇപ്പൊ പറഞ്ഞതിനകത്ത് വെള്ളം ചേർക്കാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. ഇന്നും
ടീച്ചർക്കെതിരെ നിലപാട് വന്നപ്പോഴും സ്വരാജിന്റെ പ്രസ്ഥാനം വന്നപ്പോഴും ടീച്ചർ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് മാത്രം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. മിക്കവാറും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോയി ടീച്ചർ പുറത്തായിരിക്കും പാർട്ടിയിൽ. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു, ഇതിനു മുമ്പ് വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു. അന്ന് നമ്മുടെ ഷെക്കിന ചാനലിൽ തന്നെ അതിന് പലസ്തീനിൽ നിന്ന്, ഇസ്രായേലിൽ നിന്നും ധാരാളം ആളുകളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്ത ഘട്ടമാണ്. അന്ന് ഞാൻ ഓർക്കുന്നു, അന്ന് അവിടെ ഈ ഷെല്ലാക്രമണത്തിൽ ഒരു സൗമ്യ, ഇടുക്കി സ്വദേശിയായിട്ടുള്ള സൗമ്യ എന്ന് പറഞ്ഞ വീട്ടമ്മയ്ക്ക് അപകടം വരുന്നു, മരണപ്പെടുന്നു. അത് കേരളത്തിൽ എത്ര ദുഃഖകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ അനുശോചനമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ഉമ്മൻചാണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, ശൈലജ ടീച്ചർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഹമാസിനെ തീവ്രവാദ പ്രസ്ഥാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നോ മറ്റോ ആണ് ഇതിന് കാരണം. ഭീകരവാദ സംഘടന എന്ന വാക്ക് ഉപയോഗിച്ചു. ഈ ഹമാസിനെ ഒരു തീവ്രവാദ പ്രസ്ഥാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മാറുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മണിക്കൂറുകൾക്കകം ഈ പദപ്രയോഗം ഹമാസ് എന്നുള്ള പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കുന്ന ആ തീവ്രവാദ പ്രസ്ഥാനമായ യാഥാർത്ഥ്യത്തെ എഴുതിയത്, അതിന്റെ താഴെ ഫേസ്ബുക്കിൽ വലിയ പൊങ്കാലകൾ വരുന്നു. അതിനെതിരെ ഉടനെ മണിക്കൂറുകൾക്കകം ഈ പോസ്റ്റ് പിൻവലിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രിയോ എന്റെ അറിവിൽ ഇദ്ദേഹത്തിന്റെ മരണ ചടങ്ങിൽ പങ്കെടുത്തില്ല. ഞാൻ ഓർക്കുന്നു, ഇസ്രായേലിന്റെ അംബാസിഡർ അദ്ദേഹം ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നു. അവരുടെ 1 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ അവർക്ക് അനൗൺസ് ചെയ്തിട്ടാണ് അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട്. അപ്പൊ നമ്മൾ ലജ്ജിക്കപ്പെടുകയല്ലേ കേരളം ഒരു സമൂഹത്തിന്റെ മുമ്പിൽ? ഒരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ആക്രമണത്തിൽ ഒരു നാട്ടിലെ ഒരു കുട്ടി, ഈ നാടിന്റെ മകൾ ആ രാജ്യത്ത് ജോലി ചെയ്യാൻ പോയിട്ട് മരണപ്പെട്ടിട്ട് പോലും നമുക്ക് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പറ്റിയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ധൈര്യമായിട്ട് ഇത് വിളിച്ചു പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ നമ്മളുടെ ഈ നാടിന്റെ പോക്ക് ഇത് ഭയപ്പെടുത്തേണ്ടതല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനെയും പരസ്യമായി പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയം കേരളത്തെ ഒരുപക്ഷെ കാണേണ്ടി വരുമോ അഡ്വക്കേറ്റ്? ഈന്തപ്പഴത്തിന്റെ ഒക്കെ വില എത്രമാത്രം ഉണ്ടെന്ന് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. യഥാർത്ഥ ഈന്തപ്പഴത്തിന്റെ വില എന്താന്ന് ഈ പ്രവൃത്തികൾ കണ്ടാൽ മനസ്സിലാവും. ഇതിനെ ഇപ്പോൾ ഇവിടുന്ന് NIA പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട്. PFIയുടെ പേര് പറഞ്ഞും ISISന്റെ പേര് പറഞ്ഞു. ഈ പൊക്കിക്കൊണ്ട് പോകുന്നവരെയൊക്കെ വളർത്തി വിട്ടതാരാ, ഇപ്പോഴും ഇവിടെ നടക്കുന്നതാരാ? പക്ഷെ ഇതിന്റെ ഇടയിൽ വേദനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമ്മൾ കണ്ടില്ല നടിക്കരുത്. ഇത്തരത്തിലുള്ള ഒരു മൈനോറിറ്റിയുടെ തീവ്രവാദ നിലപാട് കാരണവും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരെ പോലെയുള്ള ആളുകളുടെ ആ ഒരു ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും മൂലം വേദനിക്കുന്ന ഒരു സാധാരണ മുസ്ലിം സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചും ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ പോലെയൊക്കെയുള്ള വിശ്വപൗരന്മാരെ നമ്മുടെ രാജ്യത്തിന് നൽകിയ, നമ്മുടെ ഇന്ത്യക്ക് നൽകിയ, നമ്മുടെ ഭരണഘടനാ ശില്പികളിൽ പോലും നൽകിയ ആ മുസ്ലിം സമുദായത്തെ പോലും വേദനിപ്പിക്കുന്നതാ ഇത്തരത്തിലുള്ള ഈ ശ്രമങ്ങൾ. എന്നോട് പോലും പലരും സംസാരിച്ചു, എന്ത് കണ്ടിട്ടാ ഇവര് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നോട് ഇന്ന് രാവിലെ സംസാരിച്ച എൻ്റെ അയലോക്കത്തൊരു മനുഷ്യനുണ്ട്, എന്ത് കണ്ടിട്ട് ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കുന്നു? ഇവരെ ആ തീവ്രവാദികളാണെങ്കിൽ അവരെ കയറ്റരുത്, അവർ തള്ളിപ്പറയണം. എൻ്റെ മോനാണെങ്കിൽ പോലും അവൻ തീവ്രവാദ പ്രവർത്തനം ചെയ്തതിനെ തള്ളിപ്പറയണം എന്ന് പറഞ്ഞ ആളുകൾ വസിക്കുന്ന നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലാണ് ഇത്തരത്തിലുള്ള ഭീകരവാദികളെയും തീവ്രവാദികളെയും സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വോട്ടിന്റെയും പണത്തിന്റെയും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈന്തപ്പഴത്തിന്റെയും ഒക്കെ വില എത്രയുണ്ട്. കാരണം ഇവരതിന്റെ പുറകെയാണെന്ന് തെളിയിക്കുക. അതോടൊപ്പം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വളവും വേരും വെള്ളവും തടവും എല്ലാം വെട്ടി ഇതിനെ പരിചരിക്കുന്നത് ഞങ്ങളാണെന്നും കൂടെ വ്യക്തമാക്കുന്നു. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കുക, അതിലൂടെ തന്നെ അവർ ദേശവിരുദ്ധ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു. അവർ ദേശവിരുദ്ധരാണ്. നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യം, ജനാധിപത്യ രാജ്യം, ഇത്രയും സന്തോഷത്തോടെ നീതിയോടെയും ജീവിച്ചു പോകുന്ന ഒരു ജനത ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളാരും പാമ്പിനെ പിടിച്ചു കൂടെ കടത്തുമോ? നമ്മളാരും കടത്തുകയില്ല. അപ്പൊ പാമ്പിനെ സ്നേഹിക്കുന്നവര് നമുക്കറിയാം, നമ്മളവരെ പെട്ടെന്ന് 10 പാമ്പിനെയായിട്ട് കൂടെ നടക്കുന്നവരുടെ കൂടെ നമ്മൾ പോയി കിടക്കാനോ ജീവിക്കാനോ നിൽക്കില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ജനത്തെ, കേരളത്തിലെ മുഴുവൻ ജനത്തെ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ഇവരുടെ എല്ലാം നിലപാട് ഒന്നാ. അപ്പൊ അതിനെ നമ്മൾ ഭയപ്പെടേണ്ടത്. തീർച്ചയായും കേരളത്തെ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം. ഇവിടെ നമ്മൾ പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു പ്രസ്താവന, ഈ വിഷയം വന്നതിന് ഉടനെ തന്നെ വളരെ കൃത്യമായ ഒരു നിലപാട്, സഭയുടെ ഈ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? അത് പോപ്പ് ഫ്രാൻസിസിലൂടെ ഇപ്പം POCയുടെ KCBCയുടെ നിലപാട് വന്നിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് പരിശുദ്ധ പിതാവിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇതാണ്.
പോപ്പ് ഫ്രാൻസിസിന്റെ ഈ ആ ഒരു വളരെ സെൻസിബിൾ ആയ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയല്ലേ അതെ. അദ്ദേഹം പറഞ്ഞു മതി. ശരിക്കും അത് ലോകത്തോട് പറയുന്ന കുറെ പോയിന്റുകളുണ്ട്. എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക? എനിക്ക് ആദ്യം പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത് സമാധാനത്തിന് വേണ്ടിയാണ്. സമാധാനം നമുക്ക് സ്ഥാപിക്കപ്പെടണം എന്നുള്ളത്, യുദ്ധങ്ങൾ അവസാനിക്കണം. രണ്ടാമത് പറഞ്ഞത് ഈ ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള പൂർണ്ണമായ അവകാശം അവർക്കുണ്ട്. കാരണം അവരുടെ ഒരു അതിർത്തിക്കുള്ളിലേക്ക് കടന്നു വന്ന് അവരുടെ ജനതയെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നോക്കിക്കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു അവകാശം ഉണ്ടെങ്കിലും പാലസ്തീൻ ജനതയുടെ അവർക്ക് സ്വതന്ത്രമായ ഒരു നാടും അവർക്ക് സ്വതന്ത്രമായ ഒരു ഭരണകൂടം ഒക്കെ വരേണ്ടതിന്റെ ഒരു ആവശ്യകതയും അത് അത്രത്തോളം പറഞ്ഞിട്ടില്ല. എങ്കിലും അവരും മറ്റൊരു രീതിയിൽ ഇരയാക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു യുദ്ധത്തിൽ കലാശിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കൂടുതൽ ശക്തരായ ഇസ്രയേലിന്റെ ആക്രമണം സാധാരണക്കാരായ പാലസ്തീൻ ജനതയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. അവരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യമായിട്ട് നമുക്കറിയാം. അപ്പൊ അതിനെ അവര് ഇരകളാക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ പാലസ്തീൻ ജനതയായിരിക്കും എന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ എനിക്ക് തോന്നുന്നു പോപ്പ് ഫ്രാൻസിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ട് ഇതിനൊരു പൂർണ്ണമായ ഒരു പരിഹാരം ലഭിക്കണം എന്നുള്ളതാണ്. ഒന്നും ഇങ്ങനെ യുദ്ധവും ബുദ്ധിമുട്ടും കേട്ടൊക്കെ പോകുന്നത് ആർക്കും ഗുണകരമല്ല എന്നുള്ളതാണ്. മാത്രമല്ല നമുക്കറിയാം ഇത്ര 1-2 വർഷത്തിനുള്ളിൽ വീണ്ടും അടുത്തൊരു കലാപവും പ്രശ്നവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള നാടുകൾ തന്നെയാണ് ഇതെല്ലാം എന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഹമാസിന്റെ ആക്രമണത്തിന്റെ തുടക്കത്തിന് കാരണമായിട്ട് അവർ പറയുന്നത് ഈ അൽഹസ്ക മോസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളാണ് എന്നതാണ് കാരണമായിട്ടൊക്കെ പറയുന്നു അവര്. എനിക്ക് തോന്നുന്നു കുറെ കൂടി ഇതിന്റെ അകത്ത് പിന്നിലെ മറ്റൊരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ടെന്നുള്ള ചിന്താഗതിയാണ് എനിക്കുള്ളത്. പ്രത്യേകിച്ച് സൗദി അറേബ്യയും UAE കൂടുതലായിട്ട് ഇസ്രായേലായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഒരു അസ്വസ്ഥത ഹമാസ് പോലെയുള്ളവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യങ്ങളെല്ലാം പ്രാക്ടിക്കലായി തുടങ്ങി. അതെ, മാത്രമല്ല ഗൾഫിലെ എണ്ണ തീർന്നുകൊണ്ടിരിക്കുക. അപ്പൊ അരാംകോ പോലുള്ള കമ്പനികളൊക്കെ എണ്ണ ഉൽപാദനം കുറച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ആ എണ്ണ കിട്ടണമെങ്കിൽ ഈ ഇസ്രായേൽ ബോർഡറിൽ കിടക്കുന്ന നിക്ഷേപങ്ങൾ പുറത്തേക്ക് വരണം, എണ്ണപ്പാടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരണം. അതിനൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ സൗദിയും UAE ഒക്കെ അങ്ങോട്ടേക്ക് പതുക്കെ അടുക്കുന്നത്. അതോടൊപ്പം ഹമാസ് ഒറ്റപ്പെടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമാണ് ഹമാസിന്റെ പിന്തുണ കിട്ടുന്നത് എന്നുപോലും നമ്മൾ പൊതുവെ ഒരു ജിയോപൊളിറ്റിക്കൽ സെനാരിയോ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹമാസിന് പരസ്യമായി പിന്തുണയ്ക്കാൻ ഒരു സാധ്യതയില്ല. കാരണം ഒരു പവർഫുൾ രാജ്യമാണ് ഇസ്രായേൽ. അനുകൂലമായിട്ടാണ്. വളരെ കുറച്ച് അറബ് രാഷ്ട്രങ്ങളാണെന്ന് തോന്നുന്നു ഭാഗികമായിട്ടെങ്കിലും. അല്ല, ഇപ്പൊ ഇറാനാണ് ആദ്യമായിട്ട് വലിയൊരു പിന്തുണ ഹമാസ് എന്നും പിന്തുണ അറിയിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഇറാനാണ്. അല്ലാതെ മറ്റു രാജ്യങ്ങള് ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് സൗദി എല്ലാം വളരെ സൈലന്റ്, എല്ലാവരും സമാധാനമാണ് വേണ്ടത്. ഇപ്പൊ ഇന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിനാരിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരുടെ നാട്ടില് വേണ്ടുവോളം പ്രശ്നങ്ങളുണ്ട്. വേണ്ടുവോളം പ്രശ്നങ്ങളുണ്ട്. വല്ലവന്റെ നാട്ടിൽ പോയിട്ട് പ്രശ്നം പരിഹരിക്കണേക്കാളും ഏറെ പ്രശ്നങ്ങൾ അവന്റെ നാട്ടിൽ പരിഹരിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ അവനവന്റെ നാട്ടില് വളരെ സമാധാനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുമ്പോഴുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യത, ഇത് ഉണ്ടാക്കി വെക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്തിന് താങ്ങാവുന്നതിൽ മേലെയാണ്. വേണ്ടുവോളം ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങൾ എടുത്തു നോക്കുക, വേണ്ടുവോളം അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആരും ആരുടെയും കാര്യത്തിൽ പോയി ഇടപെടാൻ പോകുന്നില്ല. അവരവരെ അടിച്ച് ഇപ്പൊ ആദ്യം നമ്മൾ എന്താ വിചാരിച്ചത്, ഇപ്പൊ റഷ്യയും ഉക്രൈനും വാർ തുടങ്ങിയപ്പോഴത്തേക്കും നാറ്റോ സഖ്യകക്ഷികളൊക്കെ പോയിട്ട് അവരെ സഹായിച്ച് വലിയ പിന്തുണ അറിയിച്ച് ഈ പിന്തുണ വാക്കാലുള്ള പിന്തുണയും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. ഇതിൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് റഷ്യയുടെ വാക്കുകളാണ്. സമാധാനം വരട്ടെ എന്നാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഉക്രൈനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം സമാധാനത്തിന് വേണ്ടി പറയുന്നു. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോ ലോകരാഷ്ട്രങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പുറമേയുള്ള വാക്കാലുള്ള പിന്തുണയും പിന്നെ എന്തെങ്കിലും സാമ്പത്തിക സഹായം ഹമാസിനൊക്കെ കൊടുക്കുന്നുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നേരിട്ട് വന്നൊരു സഹായം കൊടുത്തുകൊണ്ട് ആ രാജ്യത്തെ, തന്റെ രാജ്യത്തെ തന്നെ പ്രതികൂട്ടിലാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പാലസ്തീൻ ജനതയുണ്ടല്ലോ, ഒറിജിനൽ ജനത, ഹമാസ് അല്ല, പാലസ്തീൻ ഒറിജിനൽ ജനത പോലും ഈ ആക്രമണം ഒന്നും
അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ചിലപ്പം ഇസ്രായേലിന്റെ ബോംബ് വന്നതിന് ശേഷമായിരിക്കും, ചിലപ്പം അവര് തിരിച്ചടി വന്നതിന് ശേഷമായിരിക്കും അവര് പോലും അറിഞ്ഞിട്ടുണ്ടാവുക. ഇല്ലെന്ന് ആലോചിച്ചു എന്ത് വിഡ്ഢിത്തര പൊട്ടന്മാരാ. കാരണം കറണ്ട്, വെള്ളം, ഭക്ഷണം, ഇത് മൂന്നും എവിടെ നിന്ന് കിട്ടുന്നത്? ഇസ്രായേലിൽ നിന്ന് കിട്ടുന്ന. ഇത് മൂന്നും ഇല്ലാതാക്കിക്കൊണ്ട് ഇവരൊരു ജനത്തെ മുഴുവൻ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ട് നാശത്തിലേക്ക്, സ്വയം നാശത്തിലേക്ക് തള്ളിയിട്ട് ഇങ്ങനെ ഒരു ആക്രമണം ലോകത്താരിലും നടത്തുമോ? അവിടെയാണ് നമ്മൾ ഇവരുടെ ഭീകരത ആണ്. എന്നിട്ട് ആ ഭീകര പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കൊടും ഭീകരരെ നമ്മൾ എന്ത് പേര് വിളിക്കുമെന്ന് അറിയത്തില്ല. അത് മലയാളത്തിൽ എന്തെങ്കിലും കിട്ടൂല, എന്തെങ്കിലും പേരുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ മറ്റൊരു പ്രശ്നം വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് അർമേനിയയുടെ ഒരു പ്രദേശമാണ് ഈ പറഞ്ഞ അസർബൈജാനിൽ കിടക്കുന്ന പ്രദേശം. ഇതാണ് നാഗർണോ കാരബാഗ് എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് അർമേനിയൻ ജനതയാണ് അവിടെ കൂടുതൽ വസിക്കുന്നത്. അവിടെയാണ് അസർബൈജാന്റെ പടയാളികൾ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറ്റൊരു വേർഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് ആരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാവുന്നുള്ളൂ, ഇതില് ഊഹിക്കാവുന്നതാണ് അല്ലേ. അപ്പോ ഇവരുടെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും അസർബൈജാൻ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് അവർക്ക് എണ്ണ ഖനികള് കണ്ടെത്തുകയും അതിലൂടെ കൂടുതൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയും അവര് ആയുധം വാങ്ങിക്കുന്ന ഇസ്രായേലിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ തുർക്കിയുടെ ഒരു എത്നിക് ഗ്രൂപ്പ് തന്നെയാണ് അസർബൈജാൻ ജനത എന്ന് തന്നെ. അപ്പൊ തുർക്കിയുടെ മറ്റൊരു ചെറിയൊരു തുർക്കി രാജ്യം പോലെ തന്നെയാണ് അസർബൈജാനും. പക്ഷെ ഞാൻ പറയണ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു വോട്ട് ബാങ്ക് നോക്കി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരുടെ നറേറ്റീവ് വരുന്ന എന്നാണ് ഞാൻ വിചാരിക്കുക കേട്ടോ. നമ്മള് ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യ ഒരിക്കലും കേറി ആക്രമിച്ചിട്ടുണ്ടോ? നമ്മുടെ ഒരു ചരിത്രത്തിൽ നോക്കുമ്പോൾ ഒരു രാജ്യത്തെ കേറി അങ്ങോട്ട് ആക്രമിച്ചില്ല. എന്നാൽ ഇങ്ങോട്ട് വരുന്നതിനെ അടിച്ച് തൂപ്പാനാക്കിയിട്ടുണ്ട്, നാടൻ ഭാഷ പറഞ്ഞു. ഇസ്രായേലിന്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്കി. ഇസ്രായേൽ ഒരിക്കലും കേറി ആക്രമിച്ചിട്ടില്ല. ഇപ്പോൾ 67-ലെ ആ 6 ഡേ വാറാണെങ്കിൽ പോലും ഇങ്ങോട്ട് കയറി ഒരു നിവൃത്തിയില്ലാതെ നമ്മളെ കയറി അടിച്ചാണ് 6 ദിവസം കൊണ്ടൊക്കെ തീർക്കുന്നത്. അപ്പൊ ഇസ്രായേലും ഇന്ത്യയൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഒരേ കാറ്റഗറി ചിന്തിക്കുന്നവരെന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ വാദക്കാർ, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നത്, എന്നാൽ സ്വന്തം രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥ. അതൊരു പൗരന്, അത് ഇന്ത്യ ഗവൺമെന്റും അങ്ങനെ തന്നെയാണ്. അത് ഏത് കാലഘട്ടത്തിലും സ്വന്തം പൗരനെ എവിടെയെങ്കിലും ഒരു തോണ്ടിയാൽ പിന്നെ വെച്ചേക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പൊ ആ ഒരു നിലപാട് മാത്രമേ ഇസ്രായേലിന്റെ ഭാഗത്ത് ഹമാസിന്റെ അന്ത്യം കുറിക്കാൻ ഈ ഘട്ടത്തിലെങ്കിലും ഇസ്രായേലിന് സാധിക്കുന്നു. ഇസ്രായേലിന് ഹമാസിനെ അവിടെ തോൽപ്പിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ വളം ഇടുന്ന കുറെ പേരില്ലേ, വെള്ളം ഒഴിക്കുന്ന കുറെ പേരില്ലേ. അപ്പൊ ഈ ലോകത്തിന് ആശയം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നിൽക്കുക എളുപ്പമല്ല. ആശയം ഇവിടെ അല്ല, ഇത് നല്ലൊരു അവസരമാണ് ഇസ്രായേലിനെ. ഹമാസിനെ എന്തായാലും അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് ഹമാസിനെ പൂർണ്ണമായിട്ട് അവന്റെ നേതാക്കന്മാരുടെ കഥ കഴിച്ചു കഴിഞ്ഞാല് ഹമാസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അറിയില്ല, എന്നാലും ഇല്ലാതായെന്ന് വിചാരിച്ചാൽ പിന്നെ ഇവിടെ ഇരുന്ന് ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അല്ലേ. ഒരുപക്ഷെ നാളെ വേറെ പേരിൽ വേറെ പ്രസ്ഥാനങ്ങളൊക്കെ വരുമായിരിക്കാം, സ്വാഭാവികമാണ് അങ്ങനെ. പക്ഷെ ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയിരിക്കുന്ന നല്ലൊരു അവസരമാണ്. ചിലപ്പോൾ കേരളത്തിന്റെ നേതാക്കന്മാരുടെ പ്രത്യേകത അനുസരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അഭയം കൊടുക്കാനും സാധ്യതയുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് വീടും റേഷൻ കാർഡും ഒക്കെ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കുടിയിരുത്താനും ഇതേപോലെ സപ്പോർട്ട് കൊടുക്കുമ്പോൾ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ ഭയപ്പെടണം. മാത്രമല്ല തുർക്കിക്ക് 1 കോടി രൂപയാണല്ലോ നമ്മുടെ തുർക്കിക്ക് അവിടെ വന്നപ്പോൾ കൊടുത്ത് തുർക്കിയോടെ ഒക്കെ വളരെ അടുത്ത് രാജ്യാന്തര ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഘട്ടമൊക്കെ നമ്മുടെ മുമ്പിൽ. തീർച്ചയായിട്ടും അതിൽ നമുക്ക് അതിശയോക്തി ഉണ്ടാകേണ്ടതില്ല. പക്ഷെ സമാധാനം ആഗ്രഹിക്കുന്ന, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം, അത് ഏത് സമൂഹമായിക്കോട്ടെ, അവരുടെ മുമ്പിലേക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ മുമ്പേ അവരെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ് നിസ്സാരം നമുക്ക് പറയാൻ പറ്റും അല്ലെ ഈ നിലപാടുകൾ. അതെ, നമ്മള് ഇതിനെ ഒരു ബിഗർ ക്യാൻവാസിൽ കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ വിഷയമാണ്, അല്ലാതെ ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ട് മതത്തിന്റെ ആൾക്കാർ ഇന്ന രാജ്യത്തുണ്ടെങ്കിൽ അവര് സപ്പോർട്ട് ചെയ്യുന്ന അതൊരു വളരെ വൈകാരികമായ ഒരു നിലപാട്. ആ നിലപാടിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കാൻ പറ്റണം. നമ്മുടെ വോട്ട് പോലും ഉണ്ടല്ലോ മതം തിരിച്ച് മേടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി. അതേ മതേതരത്വം പറയുന്ന പാർട്ടികളും മതമില്ലാന്ന് പറയുന്ന പാർട്ടികളും ഒരേപോലെ മതത്തിന്റെ വോട്ട് തേടി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് തെറ്റ് കാണാൻ പറ്റിയേനെ കുറച്ച് വിശാലമായി കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതിലെ രാഷ്ട്രീയം ഞാൻ പറയുന്നത്, ഇതിന്റെ രാഷ്ട്രീയപരമായി നമുക്കറിയാം അവിടെ പാലസ്തീന് അവരുടേതായിട്ടുള്ള ഒരു രാജ്യം നിർമ്മിക്കപ്പെടണമെങ്കിൽ അത് രാഷ്ട്രീയപരമായ ഒരു കാര്യമാണ്. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് വളരെ വൈകാരികമായിട്ട് ചിന്തിക്കുകൊണ്ടോ കുറെ സപ്പോർട്ടൊക്കെ പറഞ്ഞുകൊണ്ടോ അവിടെ അത്
അല്ലേ? നമുക്കറിയാം അത് അവിടെ അങ്ങനെ അല്ലല്ലോ ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. അപ്പൊ രാഷ്ട്രീയപരമായി നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു പക്വതയും അത് ആഗോളതലത്തിൽ എങ്ങനെയാണ് രാഷ്ട്രീയം പോകുന്നത് എന്നൊക്കെ ചിന്തിക്കാനായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ ഞാൻ വളരെ പക്വതയോടുകൂടി പ്രസ്താവനകൾ പറഞ്ഞത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം പറഞ്ഞേക്കുന്നത് അപ്പൊ അതൊക്കെ വളരെ രാഷ്ട്രീയ സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പറയുന്ന രാഷ്ട്രീയക്കാരിലൂടെയാണ് നമ്മുടെ ജനതയും ഇതിനെ രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കാണാനൊക്കെ പഠിക്കുകയാണ്. തീർച്ചയായും ലോകം സമാധാനമാണ് കാക്ഷിക്കുന്നത്. ലോകത്തിന് സ്വസ്ഥമായിട്ടുള്ള ജീവിതമാണ് ലോകത്തിലുള്ള ഓരോ കുഞ്ഞും ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഘട്ടത്തിൽ ലോക സമാധാനത്തിന് മുഴുവൻ ഭീഷണിയായിട്ടുള്ള ഹമാസിന്റെ തീവ്രവാദ ആശയങ്ങളെ പിൻപറ്റുന്ന, അതിനെ പുൽകുന്ന രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് പറയുന്നത് അതിശയം എന്നതിനപ്പുറത്ത് അത് ഭയപ്പെടുത്തേണ്ട യാഥാർത്ഥ്യമാണ്. ഇങ്ങനെയാണെങ്കിൽ തീവ്രവാദ ആശയങ്ങൾക്ക് വളക്കൂറായ മണ്ണായി കേരളം മാറുന്ന എന്ന ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ റിപ്പോർട്ടുകളെ പോലും നമ്മൾ ഒരു വട്ടം കൂടി ഭൂതക്കണ്ണാടിയിലൂടെ ഒരു വട്ടം കൂടി വായിക്കേണ്ടതും ഈ കാലം ആവശ്യപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും സമാധാന നാളുകൾ ഉണ്ടാകട്ടെ. എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും നഖശിതാന്തം എതിർക്കാൻ ധൈര്യമുള്ള രാഷ്ട്രീയ നേതൃത്വം ഈ നാട്ടിൽ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.